ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് പകുതി ചിലവ് വഹിക്കും ശബരി റെയിൽ സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. ഇന്നലെ പ്രഖ്യാപിച്ചത് 1900 കോടിയാണ് സംസ്ഥാനം വഹിക്കുക. അപ്പോൾ 1900 കോടി രൂപ ശബരി റെയിൽവേയുടെ കാര്യത്തിൽ കിഫ്ബി വഴി വഹിക്കാൻ ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ജിമ്മി, കേന്ദ്രമുണ്ടോ ഈ ശ്രീധരനൊപ്പം? ഇപ്പോൾ നമ്മൾ വായിച്ച വാർത്തന് ഉദാഹരണം എടുക്കാം. ശബരി പാതയുടെ പേരിൽ എത്ര നാൾ എത്ര കാലത്തെ കോൺട്രവേഴ്സിക്ക് ശേഷമാണ് നമ്മളൊരു തീരത്തേക്ക് അണയാൻ പോകുന്നതിൻ്റെ ഒരു ആദ്യ സൂചന കിട്ടുന്നത്. ഇത് കേന്ദ്രത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഒരു തവണ കൂടി ഇന്ന് അശ്വതി വൈഷ്ണവ് നമ്മളെ സമർത്ഥമായി കേരളത്തെ പറ്റിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഈ ശ്രീധരൻ ഗംഭീര കക്ഷിയാണ്. അദ്ദേഹം അതിഗംഭീര എഞ്ചിനീയറാണ്. ഞാൻ അദ്ദേഹത്തോട് പല ഉപദേശങ്ങളും സ്വീകരിക്കാറുണ്ട്. അദ്ദേഹം പൊന്നാനിയിൽ ഒരു ഓഫീസ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൽ പറഞ്ഞത്. ഒരൊറ്റ ചോദ്യം അതിന് മറുപടി. ഒരു 4 ദിവസം മുമ്പാണല്ലോ ബജറ്റ്. ആ ബജറ്റിൽ ഈ ശ്രീധരൻ പറഞ്ഞ കേരളത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ അതിവേഗ റെയിൽ പാതയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വരി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, തത്വത്തിലെങ്കിലും റെയിൽവേയുടെ ഏതെങ്കിലും പദ്ധതിയിൽ ഏതെങ്കിലും ഫയലിൽ ഇങ്ങനൊരു പദ്ധതിയുണ്ടോ? അങ്ങനൊരു പദ്ധതിയുമില്ല. പക്ഷേ ഈ ശ്രീധരൻ ഓഫീസ് തുറക്കാൻ പോവുകയാണ്. അത് നല്ല കാര്യമെന്നാണ് റെയിൽവേ മന്ത്രി പറയുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? 4 ദിവസം മുമ്പാണ് പൊന്നാനിയിൽ ഈ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തുറന്നത്. എന്താ പരിപാടി? ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനുവേണ്ടി അദ്ദേഹം അടുത്ത മാസം കഴിഞ്ഞാൽ ഇറങ്ങാൻ പോവുകയാണ്. എവിടെ? നാട്ടിലേക്ക്. സർവേ അളക്കാനും കുറ്റിയടിക്കാനും. അപ്പോൾ ചോദിക്കേണ്ടത്, നിങ്ങൾ ആരാ? നിങ്ങളുടെ അതോറിറ്റി എന്താ ചോദിച്ചാൽ ശ്രീധരൻ എന്ത് പറയും? എന്ത് അതോറിറ്റിയിൽ അദ്ദേഹം ഇത് ചെയ്യാൻ പോകുന്നത്? ചെറിയ പരിപാടിയല്ല. 10, 12, 13 കോടി ചിലവുള്ള കേരളത്തിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൽ അദ്ദേഹം ഒരു സർവേ നടത്തുകയോ അതിന് സമാനമായൊരു കാര്യം ചെയ്യുകയോ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനും പോവുകയാണ്. വിത്തൗട്ട് നോട്ട് ഈവൻ എ സിംഗിൾ ഡോക്യുമെൻറ്റ്. ഒരു വരിയില്ല ഔദ്യോഗികമായി അദ്ദേഹത്തെ ഇതിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട്. ആരും കേരള സർക്കാരുകളോ വേറെ ഏതെങ്കിലും സംവിധാനങ്ങളോ ഇല്ല. അങ്ങനെ ചുമ്മാതെ കയറിയിരുന്ന് അളക്കാനുള്ള പരിപാടി അല്ലല്ലോ റെയിൽവേ. അങ്ങനെ ചുമ്മാ തീരുമാനിക്കാനുള്ളതല്ലല്ലോ ഒരു പദ്ധതി. അതറിയാത്ത ആളല്ല ഈ ശ്രീധരൻ. എന്ന് മാത്രമല്ല, അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ സംശയം ഇതേക്കുറിച്ച് ഉള്ളത് ഞാൻ ദൂരീകരിച്ചു കൊടുക്കും. അതിനും കൂടിയാണ് ഈ ഓഫീസ്. അല്ല, നിങ്ങളാരാ? താങ്കൾക്ക് എന്താ ഇതിനെക്കുറിച്ചുള്ള, താങ്കൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രോജക്റ്റ് ആരെങ്കിലും അംഗീകരിച്ച കാര്യമാണോ? കേന്ദ്രം അംഗീകരിച്ച, അല്ലെങ്കിൽ കേരളം അംഗീകരിച്ച, അല്ലെങ്കിൽ കേന്ദ്രവും കേരളവും ചേർന്ന് അംഗീകരിച്ച ഒരു പദ്ധതിയിൽ എന്തെങ്കിലും ജനങ്ങളുടെ സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള അങ്ങയുടെ എക്സ്പെർട്ടൈസ് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് അംഗീകരിച്ചിട്ട് പോലുമില്ല, രേഖകളില്ല, ഒന്നുമില്ല. എന്നിട്ട് സംശയം ദൂരീകരിക്കുമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചുരുക്കത്തിൽ ഒരു അസംബന്ധ നാടകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കഷ്ണം കടലാസിൻ്റെ വിലയില്ലാതെ പരിണതപ്രജ്ഞനായ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം ഒരു ഓഫീസ് തുറന്ന് കേരളത്തിലൊരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ പിന്തുണയില്ല, ഒരു തരത്തിലുള്ള പിന്തുണയില്ല. അദ്ദേഹം ഓഫീസ് തുറന്നെങ്കിൽ നല്ല കാര്യമെന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, ഞങ്ങൾക്ക് ഒരു അറിവുമില്ല എന്ന് പറയുന്ന കേരളത്തിൻ്റെ സർക്കാർ. ഇതിനിടയ്ക്കാണ് ഈ പദ്ധതി കൊണ്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് തൊട്ട് മുമ്പ് ഇതിനൊരു പ്രീസിഡൻസ് ഉണ്ട്. 2020-24 കാലത്ത് ഇതുപോലെയാണ് സ്പീഡ് റെയിൽ പദ്ധതി കേരള സർക്കാർ കൊണ്ടുവരുമ്പോൾ ആ പദ്ധതി കൊണ്ടുവന്നത് കേരള ബുള്ളറ്റ് ട്രെയിനിൻ്റെ പദ്ധതി കൊണ്ടുവന്ന സംവിധാനം കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരുമിച്ചുള്ള സംവിധാനമായിരുന്നു. 49% കേന്ദ്ര സർക്കാരിന്, 51% കേരള സർക്കാരിന്. അങ്ങനെയാണ് കെ റെയിൽ ഉണ്ടായത്. കെ റെയിൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോജക്റ്റായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ. ആ പദ്ധതി വളരെ വലിയ വിവാദങ്ങളും പ്രശ്നമൊക്കെ ആയ ശേഷം കോടതിയിൽ വരുമ്പോൾ 2022 കോടതിയിൽ വരുന്നത്. അന്ന് റെയിൽവേ മന്ത്രാലയം ഹൈക്കോടതി അറിയിച്ച ഒരു കാര്യമുണ്ട്. കല്ലിടാനോ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താനോ ഭൂമി ഏറ്റെടുക്കാനടക്കം ഒന്നിൻ്റെയും അനുമതി ഞങ്ങൾ കൊടുത്തിട്ടില്ല, റെയിൽവേ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ചെയ്തതൊക്കെ എന്തിനായിരുന്നു? ഒരു മഞ്ഞക്കുറ്റി, ഈ വിവാദമായ മഞ്ഞക്കുറ്റി ഇടാൻ 5400 രൂപ വെച്ച് 5100-200 കല്ലുകൾ ഇട്ടിട്ടുണ്ട്. 1.5-2 കോടി രൂപ ഇതിന് ചിലവാക്കിയിട്ടുമുണ്ട്. വിതൗട്ട് നോ അതോറിറ്റി. കേരളത്തിൽ ജനങ്ങളുടെ കണ്ണീരും പ്രതിഷേധവും വേറെ കിടക്കുന്നു. ഒരു പേപ്പറിൻ്റെയും അംഗീകാരമില്ലാതെ കേന്ദ്ര റെയിൽവേക്ക് കൂടി അംഗീകാരമുണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ചെയ്തത്. അവസാനം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ വളർത്തുകയാണ്. ഇതേ പദ്ധതിയല്ലേ ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു അതോറിറ്റി ഇല്ലാതെ, എന്തെങ്കിലും ഒരു തീരുമാനമില്ലാതെ എന്താണ് ഇതിൻ്റെ പദ്ധതി എന്ന് മാത്രമല്ല, ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പാളിയ ശേഷം കേരള സർക്കാർ ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് RRTS എന്ന് പറയുന്ന മറ്റൊരു റെയിൽവേ പദ്ധതിയാണ്. ആ പദ്ധതിക്കെതിരെ ശ്രീധരൻ പുതിയൊരു യുദ്ധമുഖം തുറന്നിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലെന്നും ശുദ്ധ മണ്ടത്തരമാണെന്നും ശ്രീധരൻ പറയുന്നുണ്ട്. അവിടെയാണ് പ്ലാൻ. ശ്രീധരൻ എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായ മലയാളിയായ എഞ്ചിനീയർ തന്നെ കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയെ തുടങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെ അനുവാദം കൊടുക്കുക? ഇതായിരിക്കാം കേന്ദ്രത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. എന്നാൽ ശ്രീധരൻ്റെ പദ്ധതി അനുവദിക്കുമോ? അതിനെക്കുറിച്ച് മിണ്ടില്ല. ചുരുക്കത്തിൽ കേരളം പുതുതായി മുന്നോട്ട് വെച്ച RRTSോ ശ്രീധരൻ്റെ അതിവേഗ റെയിൽ പാതയോ ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല.
രണ്ടിനും അനുമതിയും കൊടുക്കില്ല. ശ്രീധരനെ അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു ഗംഭീര പദ്ധതിയുണ്ട്. കേന്ദ്രം ചിലപ്പോൾ അംഗീകരിച്ചേക്കും. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന BJPക്കാരനായ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാണ്. ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും അനുമതി കൊടുക്കാം, നോക്കട്ടെ, അദ്ദേഹം പഠിക്കട്ടെ. ചിലപ്പോൾ ഒരു കഷ്ണം കടലാസ് ഒരു ലെജിറ്റമൈസേഷന് വേണ്ടി അടുത്ത മാസം ശ്രീധരന് കിട്ടിയേക്കാം. അപ്പോഴും ഒരു പൈസ പോലും ബഡ്ജറ്റിലില്ല, ഒരു ഡോക്യുമെൻറ്റിലും അനുവാദം കൊടുത്തിട്ടില്ല. ഈ കഴുതയെ പുല്ലുകെട്ട് കാണിച്ച് മുമ്പോട്ട് നീക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള തന്ത്രമാണിത്. RRTSും വരില്ല, അതിവേഗ റെയിൽ കോറിഡറും വരില്ല, ഒരു കോപ്പും വരില്ല. അത് വളരെ ഭംഗ്യം തരേണ. അത് ചോദിക്കുമ്പോൾ ഇത് ചോദിക്കുമ്പോൾ മറ്റത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അശ്വിനി വൈഷ്ണവ് അതിൻ്റെ ഉസ്താദാണ്. കാരണം അശ്വിനി വൈഷ്ണവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിന് എന്തുകൊണ്ട് റെയിൽ കോറിഡോറുകൾ കൊടുത്തില്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ കൊടുത്തു. അപ്പോൾ പറഞ്ഞത് ഹേയ് ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ മലയാളികളില്ലേ എന്നാണ്. ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്. വിശ്വസിക്കാനാകുമോ? അപ്പോൾ എന്തും പറയും, ആരെയും കൂട്ടും, ഏത് നുണയും പറയും. അതിനുശേഷം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നാടകം കളിക്കുകയാണ്. ഇന്ന് പാർലമെൻറ്റിൽ അദ്ദേഹം വേറൊരു ഗംഭീര ഡയലോഗ് കൂടി അടിച്ചു. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ്? കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തേക്കാൾ 10 മടങ്ങാണ് ഇത്തവണ ബജറ്റിൽ കേരളത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചത്. അതാരും കാണാത്ത ഉടനെ പാർലമെന്റിൽ എല്ലാവരും ബെഞ്ചിലടിക്കുക. എപ്പോഴും പറയുന്നത് എല്ലാ കാലത്തും അതിന്റെ വിശദാംശങ്ങൾ കൂടി ഞാൻ പറയാം. ഇതെന്താണെന്ന് അറിയാം. അശ്വിനി വൈഷ്ണവേ ഏത് ക്യാബിനറ്റിന് ശേഷം ഏത് പത്രസമ്മേളനം നടത്തുമ്പോഴും പറയും കോൺഗ്രസ് കാലത്ത് കൊടുത്തതിനേക്കാൾ എത്ര കൂടുതലാണ്. നെല്ലിന്റെ താങ്ങുവില കൂട്ടുമ്പോൾ പറയും, തേങ്ങയുടെ താങ്ങുവില കൂട്ടുമ്പോൾ പറയും. ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ കൂടി കേൾക്കണം. വേറൊന്നുമല്ല, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള റെയിൽപാത ഇരട്ടിച്ചു. അത് 3ാമതും 3rd ലൈനും 4th ലൈനും വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് പഠനം നടത്താനുള്ള പൈസയാണ്. ഇത് കഴിഞ്ഞ വർഷവും ബജറ്റിലുണ്ടായിരുന്നു, അതിൻ്റെ മുൻപത്തെ വർഷവും ഉണ്ടായിരുന്നു. ബജറ്റിൽ 3795 കോടി ഒരൊറ്റ തീവണ്ടി പുതിയ തന്നിട്ടില്ല സാർ. എന്നിട്ട് ഈ നുണ മുഴുവൻ അടിക്കുക. ശ്രീധരൻ ഓഫീസ് തുറക്കുന്നെങ്കിൽ തുറക്കട്ടെ എന്ന് പറയുക. ശ്രീധരനെ കൊണ്ട് കേരളത്തിൻ്റെ പദ്ധതിയെ തെരുവിളിപ്പിക്കുക. അവസാനം ശ്രീധരൻ്റെ പദ്ധതിയുമില്ല, കേരളത്തിൻ്റെ പദ്ധതിയുമില്ല, കേരളത്തിന് ഒന്നുമില്ല എന്ന അവസ്ഥയിലെത്തിക്കുക. ഒരു കാര്യത്തിൽ എന്തായാലും സമാധാനിക്കാം. ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്ത അതിവേഗ റെയിൽപാതയുണ്ടല്ലോ, ഒരു പൈസ ബഡ്ജറ്റിൽ വെച്ചിട്ടില്ല. അത് പുതിയ വിവരമാണ്. ഒരു പൈസ വെച്ചിട്ടില്ല. അവിടെ നമുക്ക് ആശ്വസിക്കാം. ബാക്കിയുള്ളവർക്ക് കൊടുത്തു, നമുക്ക് തന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് കൊടുക്കുകയും ചെയ്തു, പക്ഷേ പൈസയും വെച്ചിട്ടില്ല. ചുരുക്കത്തിൽ നല്ല ഒന്നാന്തരം തരികിട പരിപാടി കേന്ദ്രത്തിൽ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ മന്ത്രിമാരും എല്ലാ സംവിധാനവും ചേർന്ന് നമുക്കെതിരെ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും, അത് ഫിനാൻസ് മിനിസ്റ്റർ ആയാലും, ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രി ആയാലും തരികിടയാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതൊരു രാഷ്ട്രീയമാണ്. ശ്രീധരൻ എന്ന് പറയുന്ന ഒരാളെ മുന്നിൽ വെച്ച് ചിലപ്പോൾ ഞങ്ങളുടെ ഒരു പദ്ധതി തന്നേക്കും എന്ന് പറഞ്ഞ് നമ്മളെ ആ വശത്തേക്ക് മോഹിപ്പിക്കുക. പക്ഷേ തരാനും പോകുന്നില്ല, നമുക്ക് കിട്ടാനും പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. Meet the editors.